അന്റാർട്ടിക്ക ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട വെളുത്ത ഭൂഖണ്ഡം. ഭൂമിയിലെ 5ാമത്തെ വലിയ ഭൂഖണ്ഡവും ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമായ തണുപ്പുള്ളതും ഏറ്റവും ശക്തമായി കാറ്റ് വീശുന്നതും ഏറ്റവും വരണ്ടതും കൂടാതെ 6 മാസം പകൽ 6 മാസം രാത്രി എന്നിങ്ങനെ നിരവധി പ്രതിഭാസങ്ങളാൽ നിറഞ്ഞ മഞ്ഞിന്റെ പറുദീസയായ അന്റാർട്ടിക്കയുടെ തണുത്തുറഞ്ഞ ഈ മഞ്ഞുപാളികളിലൂടെ അന്റാർട്ടിക്കയുടെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. $14.2 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന അന്റാർട്ടിക്കയുടെ 98% ഭാഗവും മഞ്ഞിനാൽ മൂടപ്പെട്ട പ്രദേശങ്ങളാണ്. എന്നാൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഈ പ്രദേശങ്ങളിൽ മഞ്ഞ് മൂടിയിരിക്കുന്നത് നിസ്സാര അളവിലല്ല. ഇവിടെ 2 കിലോമീറ്ററോളം ആഴത്തിലാണ് മഞ്ഞ് മൂടിയിരിക്കുന്നത്. എന്നാൽ അന്റാർട്ടിക്കയുടെ ചില പ്രദേശങ്ങളിൽ 4 മുതൽ 5 കിലോമീറ്ററിലും അധികം ആഴത്തിൽ വരെ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% ഭാഗവുമുള്ളത് അന്റാർട്ടിക്ക. അതിനാൽ ഭൂമിയിലെ ഏറ്റവും അധികം ശുദ്ധജലമുള്ള മരുഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് അന്റാർട്ടിക്കയെ വിശേഷിപ്പിക്കാം. അതെ, മഞ്ഞിന്റെ രൂപത്തിലാണെങ്കിൽ പോലും ഇത്രത്തോളം അളവിൽ ശുദ്ധജലമുള്ള അന്റാർട്ടിക്കയെ ഒരു മരുഭൂമിയായാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിന് കാരണം വർഷം 250 മില്ലിമീറ്ററിലും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമിയായി കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ മരുഭൂമികളെ ചൂട് മരുഭൂമിയെന്നും തണുത്ത മരുഭൂമിയെന്നും തരംതിരിച്ചിട്ടുണ്ട്. അതിനാൽ ഭൂമിയിലെ ഏറ്റവും വലിയ ചൂട് മരുഭൂമിയാണ് സഹാറ. എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ മരുഭൂമികളുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്താണ് സഹാറ. 1ാം സ്ഥാനത്തുള്ളത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയുടേത് മനുഷ്യന് ജീവിക്കാൻ ഒട്ടും അനുകൂലമല്ലാത്ത കാലാവസ്ഥയായതിനാൽ മറ്റു ഭൂഖണ്ഡങ്ങളിൽ ഉള്ളതുപോലുള്ള മനുഷ്യ സമൂഹവും മനുഷ്യവാസവും ഇവിടെയില്ല. എങ്കിലും മനുഷ്യർ ഇവിടം സന്ദർശിക്കാനും ഇവിടെ താമസിക്കാനും എത്തിച്ചേരാറുണ്ട്. ഇവിടം സന്ദർശിക്കാൻ വരുന്നത് പ്രധാനമായും ടൂറിസ്റ്റുകളാണ്. എന്നാൽ ഇവിടെ താമസിക്കുന്നത് സയന്റിസ്റ്റുകളും അവരുടെ സഹായത്തിനായി വരുന്നവരും മാത്രമാണ്. ഇവിടെ സയന്റിസ്റ്റുകൾക്ക് താമസിക്കാനും ഗവേഷണം നടത്താനും വിവിധ വലിപ്പത്തിലും വിവിധ രൂപത്തിലുമുള്ള വിവിധ രാജ്യങ്ങളുടെ 70ഓളം വ്യത്യസ്ത റിസർച്ച് സ്റ്റേഷനുകളുണ്ട്. അന്റാർട്ടിക്കയിൽ ടൂറിസ്റ്റുകളും സയന്റിസ്റ്റുകളും എത്തുന്നത് കപ്പലുകളുടെയും ബോട്ടുകളുടെയും സഹായത്തോടെയാണ്. എന്നാൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ സമുദ്രമാർഗത്തേക്കാൾ വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ ഹെലികോപ്റ്ററുകളെയും എയ്റോപ്ലെയിനുകളെയുമാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. അന്റാർട്ടിക്കയിൽ പ്രോപ്പറായിട്ടുള്ള എയർപോർട്ടോ റൺവേയോ ഇല്ല. അതിനാൽ എർത്ത് മൂവറുകളുടെയും റോഡ് റോളറുകളുടെയും സഹായത്താൽ മഞ്ഞ് നിറഞ്ഞ പ്രതലത്തെ നിരപ്പാക്കി ബലപ്പെടുത്തി മഞ്ഞുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റൺവേയിലാണ് എയ്റോപ്ലെയിനുകളെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ വമ്പൻ ഐസ് ബ്രേക്കർ ഷിപ്പുകളുടെ സഹായത്തോടെയാണ് റിസർച്ച് സ്റ്റേഷനുകളിലേക്കുള്ള വസ്തുക്കളും റിസർച്ച് സ്റ്റേഷന്റെ നിർമ്മാണത്തിനും മെയിന്റനൻസിനും ആവശ്യമായ യന്ത്രങ്ങളും മറ്റും എത്തിക്കുന്നത്. പേരിന് ഒരു മരം പോലുമില്ലാത്ത തണുത്തുറഞ്ഞ അന്റാർട്ടിക്കയിലെ അതികഠിനമായ ഈ തണുപ്പിലും അതിജീവിക്കുന്ന ചില ജീവികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് പെൻഗ്വിനുകളാണ്. കിങ് പെൻഗ്വിൻ, അഡേലി പെൻഗ്വിൻ, എംപറർ പെൻഗ്വിൻ തുടങ്ങി വിവിധതരം പെൻഗ്വിനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കോളനികളായി ജീവിക്കുന്ന ഇവർ പ്രധാനമായും മീനുകളെയും കണവകളെയുമാണ് ആഹാരമാക്കുന്നത്. മത്സ്യങ്ങളെ കൂടാതെ ഈ പെൻഗ്വിനുകളെയും ആഹാരമാക്കുന്ന ലെപ്പർഡ് സീലിനെയും സീലുകളിലെ ഏറ്റവും വലിയ ഇനമായ എലിഫന്റ് സീലിനെയും മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട വിവിധതരം സീലുകളെയും ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ വിവിധതരം കടൽ പക്ഷികൾ, ബ്ലൂ വെയിൽസ്, കില്ലർ വെയിൽസ് തുടങ്ങി വിവിധതരം വെയിൽസുകളെയും ചെറു മത്സ്യങ്ങളെയുമാണ് പ്രധാനമായും ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം അന്റാർട്ടിക്കയുടെ ആകാശത്ത് കാണാൻ സാധിക്കുന്ന മറ്റൊരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് അറോറ. ഇത് ഭൂമിയുടെ ധ്രുവങ്ങളിലുള്ള ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലും മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന അപകടകരമായ സോളാർ വിൻഡ് ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാതെ ഭൂമിയുടെ ഒരു സംരക്ഷണ കവചം കൂടിയായ മാഗ്നറ്റോസ്ഫിയറിലെ മാഗ്നറ്റിക് ഫീൽഡ് തടയുന്നു. എന്നാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളായ നോർത്ത് പോളിലും സൗത്ത് പോളിലും വളരെ കുറവായതിനാൽ സോളാർ വിൻഡിലുള്ള ചില ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുകയും അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആറ്റവും നൈട്രജൻ ആറ്റവുമായി കൂട്ടിയിടിച്ച് ഫോട്ടോണിന്റെ രൂപത്തിൽ എനർജി പുറന്തള്ളപ്പെടുന്നതിന്റെ ഫലമായാണ് അറോറ എന്ന ഈ വിസ്മയ പ്രതിഭാസം രൂപം കൊള്ളുന്നത്.
ധ്രുവങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓക്സിജനുമായാണോ നൈട്രജനുമായാണോ സമ്പർക്കത്തിൽ വരുന്നത് എന്നതിനനുസരിച്ചും ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിൽ വെച്ചാണ് സമ്പർക്കത്തിൽ വരുന്നത് എന്നതിനനുസരിച്ചും ചുവപ്പ്, പച്ച, വയലറ്റ്, നീല തുടങ്ങി വ്യത്യസ്ത നിറത്തിലുള്ള അറോറയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇതുകൂടാതെ അന്റാർട്ടിക്കയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു വിസ്മയിപ്പിക്കുന്ന പ്രതിഭാസമാണ് തുടർച്ചയായി 6 മാസം നീണ്ടു നിൽക്കുന്ന രാത്രിയും പകലും. അതുകൊണ്ട് തന്നെ മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ദിവസവും കാണുന്നത് പോലുള്ള സൂര്യന്റെ ഉദയവും അസ്തമയവും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. കൂടാതെ മറ്റ് ഭൂഖണ്ഡങ്ങളിലുള്ളതുപോലുള്ള വ്യത്യസ്ത സീസണുകളും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അന്റാർട്ടിക്കയിൽ 2 സീസണുകൾ മാത്രമേ ഉള്ളൂ. 6 മാസം നീണ്ടു നിൽക്കുന്ന ഇരുട്ട് നിറഞ്ഞ ശൈത്യകാലവും 6 മാസം നീണ്ടു നിൽക്കുന്ന പകലുള്ള തണുത്ത വേനൽക്കാലവും. ഭൂമിയുടെ ആക്സിസിലുള്ള ചെരിവും ഭൂമി സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്നതും മൂലം അന്റാർട്ടിക്ക വേനൽക്കാലത്ത് സ്ഥിരമായി സൂര്യന് നേരെയും 6 മാസത്തിന് ശേഷം ഭൂമി സൂര്യനെ ഓർബിറ്റ് ചെയ്ത് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഭൂമി സൂര്യന്റെ മറുവശത്തെത്തുമ്പോൾ അന്റാർട്ടിക്ക സൂര്യന്റെ എതിരെയുമായി വരുന്നതിനാലാണ് അന്റാർട്ടിക്കയിൽ ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. ഭൂമിയിലെ മറ്റ് ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് ഇത്രയും വ്യത്യസ്തമായ അന്റാർട്ടിക്കയിൽ എത്തിയാൽ എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ് മാത്രം കാണാൻ സാധിക്കുന്നതും കടലിൽ മഞ്ഞ് നിറയുന്നതും വിജനമായതുമായ മറ്റൊരു ഗ്രഹത്തിലെത്തിയ അനുഭവമായിരിക്കും ഈ വെളുത്ത ഭൂഖണ്ഡം നമുക്ക് നൽകുന്നത്.